السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد الأمين وعلى آله وصحبه أجمعين أما بعد. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയരെ, പ്രിയപ്പെട്ടവരെ, പാണ്ടിക്കാട് സർക്കിൾ സുന്നി സംഘകുടുംബവും അല്ലൻസാറും സംയുക്തമായി സംഘടിപ്പിച്ച നബിദിന സ്നേഹറാലിക്ക് തിരശീല വീഴുമ്പോൾ സന്ദേശമായി ഓർമ്മപ്പെടുത്താനുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇനിയും പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കണം. നന്മയുള്ള മനസ്സുകൾക്ക് നന്മയെ പ്രകീർത്തിക്കാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് നൽകും. പ്രകീർത്തിക്കാൻ ഏറ്റവും വലിയ ലോകോത്തര വ്യക്തിത്വം സയ്യിദുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നതിൽ ലോകത്തൊരാൾക്കും സംശയമുണ്ടാകാനിടയില്ല. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ അവകാശമുള്ള അർഹതയുള്ള ലോകത്തെ ഒരേ ഒരു വ്യക്തിത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവിടുന്ന് ഫേസ് ചെയ്ത മക്കയിലെ ജനങ്ങളെ അല്ലെങ്കിൽ ശത്രുക്കളോടൊരു ചോദ്യം ചോദിക്കാൻ പറയുന്നുണ്ട്. ലബിസ്തു ഫീകും ഉംറാ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കാലം ജീവിച്ചിട്ട് എന്നിൽ നിന്നും എന്തെങ്കിലും ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ എന്ന് പുന്നാര നബിയെ അങ്ങ് ചോദിക്കണം ഈ സമൂഹത്തോട് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു വ്യക്തിത്വത്തിന്റെ ജീവിതത്തെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ, പുന്നാര നബിയുടെ ജീവിതത്തെ സത്യം ചെയ്തുകൊണ്ട് ലോകത്ത് ഒരാളുടെ ജീവിതത്തെ കുറിച്ച് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഓർക്കുമ്പോ അവിടുത്തെ വ്യക്തിത്വത്തിന്റെ വലിപ്പം എത്രയാണ്. ദീർഘിപ്പിച്ച് സംസാരിക്കേണ്ട സമയമല്ല. എല്ലാ തലത്തിലും ലോകൈക ഗുരുവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകയാണ്. നമുക്കറിയാം, ഒരു ചെറിയ പിഞ്ചു മക്കളുടെ മനസ്സ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം, ഒരു സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വലിയ ആളുകളുമുണ്ട്, ഒരു ചെറിയ കുട്ടിയും മുമ്പിൽ തന്നെയുണ്ട്. സാധാരണ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാനീയം ആരെങ്കിലും കുടിക്കാൻ കൊടുത്താൽ അല്പം കുടിച്ച് സദസ്സിലുള്ളവർക്ക് വിതരണം ചെയ്യും. അത് തന്നെ സദസ്സിന്റെ വലഭാഗത്തുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പതിവാണ് സ്വീകരിച്ചു വരാറുള്ളത്. ആ സമയത്ത് വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ പിഞ്ചുകുട്ടിയെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇടതുഭാഗത്താണ് സീനിയറായ പ്രായം ചെന്ന പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും ഉള്ളത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുട്ടികളുടെ കൂടെ പ്രവാചകരായ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കുട്ടികളുടെ മനസ്സറിയുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പിഞ്ചു കുട്ടിയോട് സമ്മതം ചോദിക്കുകയാണ്. മോനെ, ഞാൻ എന്റെ രീതിശാസ്ത്രമനുസരിച്ച് ഞാൻ ഈ പാനീയത്തിന്റെ ശിഷ്ടം നൽകേണ്ടത് അത് മോനെ നിനക്കാണെങ്കിലും നിന്നെക്കാൾ അറിയ വലിയ ആളുകൾ എന്റെ സദസ്സിന്റെ എന്റെ ഇടഭാഗത്ത് നിൽക്കുമ്പോ ആ വലിയ ആളുകൾക്ക് ഈ പാനീയത്തിന്റെ ശകലം കൊടുക്കാൻ നിനക്ക് സമ്മതമുണ്ടോ? ഉണ്ടെങ്കിലേ ഞാൻ കൊടുക്കുന്നുള്ളൂ മോനെ. ആ പിഞ്ചു മകന്റെ സമ്മതം വാങ്ങിയിട്ട് സമ്മതം ചോദിക്കുകയാണ്. ബറക്കത്തിൽ വിശ്വാസമുള്ള മുഅ്മിനായ മനുഷ്യനായതുകൊണ്ട്, സുന്നിയായ മനുഷ്യനായതുകൊണ്ട് ആ സ്വഹാബി പുത്രൻ പറഞ്ഞത്, വല്ലാഹി ലാ ഊസിറു ബിനസ്വീബി മിൻക അഹദാ, പുന്നാര നബിയെ അങ്ങയിൽ നിന്ന് കിട്ടേണ്ട അവകാശം മറ്റൊരാൾക്കും കൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞപ്പോൾ പുന്നാര നബി പുഞ്ചിരിച്ചുകൊണ്ട് ആ കുടിച്ചതിന്റെ അവിടുന്ന് കുടിച്ചതിന്റെ ആ ശിഷ്ടം ആ കുട്ടിക്ക് സമ്മാനിച്ചു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, കുട്ടികളെ സ്നേഹിച്ച പ്രവാചകർ അതുപോലെ എല്ലാ അശരണരെയും അബലകളെയും ദൗർബല്യമുള്ളവരെയും സ്നേഹിച്ച പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്ത്രീകൾ പുന്നാര നബി പഠിപ്പിച്ചില്ലേ, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. സ്ത്രീ
സ്ത്രീത്വത്തെ മാനിക്കാൻ കഴിയുന്നത് മാന്യന്മാർക്ക് മാത്രമായിരിക്കും, സ്ത്രീത്വത്തെ അപമാനിക്കാൻ കഴിയുന്നത് നീചന്മാർക്ക് മാത്രമായിരിക്കും എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുടെ ഉന്നമത്തിന് വേണ്ടി നിലകൊണ്ട പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമും പുന്നാര നബിയും സ്ത്രീകളെ മൂലക്കിരുത്തുന്നവരാണ് എന്ന്. അങ്ങനെയൊക്കെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആർക്കും എന്നും പ്രചരിപ്പിക്കാം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം വെറും ഒരു സ്വാതന്ത്ര്യത്തിന്റെ അപ്പുറം, സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് കൂടെ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ചില വിധിവിലക്കുകളൊക്കെ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം ഇസ്ലാമും പുന്നാര നബിയും നിർദ്ദേശിച്ചുള്ള സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ചിലരൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നിപ്പോകും, വിലപിടിപ്പുള്ള നമ്മുടെ വീട്ടിലെ ആഭരണങ്ങൾ നിങ്ങളുടെ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കൂ, ആരെങ്കിലും അത് മോഷ്ടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ശക്തമായി പ്രതിഷേധിക്കാം. ഇന്ന് ചിലരൊക്കെ പറയുന്നതിന്റെ ആകത്തുക നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അതാണ്. നിങ്ങളുടെ വീട്ടിലുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങളും രത്നങ്ങളും അത് നിങ്ങളുടെ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുക. ആരെങ്കിലും അത് അടിച്ചു പോവുകയാണെങ്കിൽ, മോഷ്ടിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രതിഷേധ പ്രകടനം നടത്താം, ശക്തമായി പ്രതിഷേധിക്കാം. പ്രതിഷേധിച്ചിട്ട് എന്തു ഫലമുണ്ട്? ഇസ്ലാമും പുന്നാര നബിയും പഠിപ്പിക്കുന്നത് ഈ ആഭരണം, ഈ പവിത്രമായ രത്നം അത് വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ മാന്യമായ സംരക്ഷണങ്ങൾ നൽകേണ്ടതാണ്. ഇത് മോഷ്ടിക്കപ്പെട്ടാൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടുകയില്ല. ഒരു പെണ്ണിന്റെ മാനവും അഭിമാനവും നഷ്ടപ്പെട്ടാൽ ഈ ശക്തികൾക്കൊന്നും അത് തിരിച്ചു നൽകാൻ കഴിയൂല. അതുകൊണ്ടാണ് സ്ത്രീത്വം മാനിക്കുന്നതിന്റെ ഭാഗമാണ് സ്ത്രീക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകണമെന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. പല മതങ്ങളും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോൾ മനുസ്മൃതി അടക്കം സ്ത്രീ സ്വാതന്ത്ര്യമർഹതി പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ രക്ഷതി സ്ഥാവരെ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് സ്ത്രീക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകണം, പക്ഷേ അതൊരു ചട്ടക്കൂട്ടിൽ നിന്നായിരിക്കണം. സ്വാതന്ത്ര്യത്തെക്കാൾ സ്ത്രീയെ അപമാനിക്കുന്നത് കൊണ്ട്, പലരും അപമാനിക്കാൻ ഇവരെ കാത്തു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ സുരക്ഷ നൽകണമെന്ന് പറയുമ്പോൾ ഇതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരിക്കലും ഇസ്ലാമും പരിശുദ്ധ പ്രവാചകരും സ്ത്രീത്വത്തിനെതിരല്ല. ഞാൻ നിർത്തുകയാണ്. ശത്രുക്കളോട് പോലും മാന്യമായ സമീപനം മാത്രമേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, മൂന്നാം കുരിശ് യുദ്ധത്തിന് നേതൃത്വം നൽകിയ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ സാക്ഷാൽ ചാച്ചാ നെഹ്റു, ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഗ്ലിംസസ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് കാണാം. കുരിശിന്റെ മക്കളോട് കുരിശ് യുദ്ധം ധീരം ഘോരഘോരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തും തന്റെ വാളിന്റെ വെട്ടേറ്റ തന്റെ ശത്രുപക്ഷത്തുള്ള കുരിശിന്റെ മക്കൾക്ക് രാത്രികാലത്ത് അവരുടെ ടെന്റിൽ വേഷപ്രച്ഛന്നനായി ചെന്നുകൊണ്ട് അവരുടെ മുറിവ് ചികിത്സിച്ച് ഭേദമാക്കി മടങ്ങുന്നയാളായിരുന്നു പുന്നാര നബിയുടെ അനുയായിയായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുമ്പോൾ. വേഷപ്രച്ഛന്നനായി ചെന്നില്ലെങ്കിൽ ഈ ധീരയോദ്ധാവിന് ശത്രുക്കൾ പിടികൂടി കൊല ചെയ്യും. വേഷപ്രച്ഛന്നനായി ചെന്നുകൊണ്ട് തന്റെ വാളിന്റെ വേട്ടേറ്റ ശത്രുവിന്റെ ടെന്റിൽ ചെന്ന് വേണ്ട ചികിത്സ നൽകി തിരിച്ചു പോരുമായിരുന്നു എന്ന് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു പറയുമ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ച സ്നേഹം, സമത്വം, നീതി, സമാധാനം ഇതൊക്കെ ഉയർത്തിപ്പിടിക്കാനും ഇതൊക്കെ വാഴ്ത്താനും ഉയർത്തിക്കാട്ടാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാവരുമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്നല്ല, ബുദ്ധിയുള്ള മനുഷ്യർ മുഴുവനും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവിടത്തെ ഫോളോ ചെയ്ത് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.